ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് പൊറോട്ടേൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു പൊറോട്ടയിൽ നമ്മൾ മുട്ടയോ നെയ്യോ ബട്ടറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ലെയേഴ്സാക്കി കട്ട് ചെയ്തെടുക്കാതെ തന്നെ നല്ല ലെയറോട് കൂടിയിട്ട് തന്നെ ഈ ഒരു പൊറോട്ട നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് 250 ml ആണ്. അപ്പോൾ അതിൽ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പൊടിക്കനുസരിച്ച് 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്, കുറഞ്ഞും പോകരുത്. നമ്മളിത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അപ്പോൾ അതിലേറെ ഒന്നും കൂടി ലൂസായിട്ടായിരിക്കും ഇതിൻ്റെ മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏകദേശം ഇതൊന്ന് കുഴച്ചെടുത്ത് വെക്കാം. ഈ ഒരു ബൗളിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിട്ട് അതിലല്പം ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഞാൻ 2-3 മിനിറ്റ് വരെയൊക്കെ ഇത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എങ്കിലുള്ളൂ കേട്ടോ നമുക്ക് ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്തും പൊറോട്ട നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് കുഴച്ചെടുത്ത് വെക്കണം. ഇങ്ങനെ വലിച്ച് നീട്ടി കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാനിതൊരു 3 മിനിറ്റ് നല്ല കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇനി ഇത് കയ്യിലേക്ക് എടുക്കുന്ന സമയത്ത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ മാവ് കിട്ടേണ്ടത്. ഇതുപോലെ വേണം നമുക്ക് ഇതിൻ്റെ മാവ് ഒന്ന് കുഴച്ചെടുത്ത് വെക്കാനായിട്ട്. ഇനി ഞാനിത് 8 ബൗളാക്കി എടുക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം വലിയ സൈസിലുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ 10-12 പൊറോട്ട നമുക്കിതിന്ന് ചുട്ടെടുക്കാം. ഈ ഒരു സൈസിൽ നമുക്കിതിന്ന് ഓരോ ബോൾ ഉണ്ടാക്കിയെടുക്കാം. അല്പം ഓയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബോൾ അതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ 7 എണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 8 എണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാവ് എടുത്ത ആ ഒരു ബൗളിലേക്ക് തന്നെ അല്പം ഓയിലൊന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ കൈകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഓയിലാക്കി കൊടുത്തിട്ട് ഓരോ ബോളും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അല്പം ഓയിലിൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി അതിന് മുകളിലൂടെയും അല്പം ഓയിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് തന്നെ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓയിൽ ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഓയിലിൽ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിന് പകരം നെയ്യും ബട്ടറും നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് നെയ്യും ബട്ടറും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി ഇത് ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് പരത്തി ചുട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടായാലും ഇത് പരത്തി ചുട്ടെടുക്കാം. ചുരുങ്ങിയത് നമ്മൾ 1/2 മണിക്കൂർ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് കണ്ടോ, 1/2 മണിക്കൂറിന് ശേഷം ഒന്നും കൂടി ഇതിൻ്റെ മാവ് വീർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വീശിയടിക്കാതെ നമുക്കിത് പരത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് കൂടുതൽ ഓയിലൊന്നും എടുക്കേണ്ട. നേരത്തെ നമ്മൾ ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത ഓയിൽ തന്നെ മതിയാവും. അല്പം ഓയിൽ ഇതുപോലെ കൗണ്ടർ ടോപ്പിലൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കൊരു ബോൾ എടുക്കാം. എന്നിട്ട് കയ്യിലും അല്പം ഓയിലാക്കി കൊടുക്കണം. ആ ഒരു ബൗളിൽ ഓയിൽ തന്നെ എടുത്താൽ മതിയാവും. അതിനായിട്ട് കൂടുതൽ വേറെ ഓയിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യിലാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് പരത്തി കൊടുത്താൽ മതി. നല്ല എളുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് പറ്റും. കനം കുറച്ച് ഇതുപോലെ അങ്ങ് പരത്തി കൊടുത്താൽ മതി. വീശിയടിക്കേണ്ട ഒന്നും ആവശ്യമല്ല. അപ്പോൾ ഞാനിത് കനം കുറച്ച് ഇതുപോലെ അങ്ങ് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിൽ ഓട്ട കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമാക്കേണ്ട ആവശ്യമല്ല. ഇനി അല്പം മൈദ ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡൊന്നും മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിത് ലേസാക്കി കട്ട് ചെയ്തെടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് 2 ഭാഗത്തുനിന്നും ഇതുപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം അല്പം ഓയിലാക്കി കൊടുത്തിട്ട് അല്പം മൈദയും കൂടെ ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വലിച്ച് നീട്ടി പിടിക്കുക. വലിച്ച് നീട്ടി പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്ത് കൊണ്ടുവരിക. നമ്മൾ റോൾ ചെയ്തെടുത്ത് വരുമ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലുള്ളൂ നമുക്കിത് എളുപ്പത്തിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അത്യാവശ്യം വലിച്ചു പിടിച്ചിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് റോൾ ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതിപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. ഓരോ മാവും നമ്മൾ പരത്തിയെടുക്കുമ്പോൾ കയ്യിൽ അല്പം ഓയിലാക്കി എടുക്കാൻ മറക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിലുള്ളൂ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റുന്നത്.
ഇനി ഇത് പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കയ്യിൽ അല്പം കൂടി ഓയിലാക്കി കൊടുത്തിട്ട് ഈ ഒരു നമ്മൾ ചുരുട്ടി വെച്ചിട്ടുള്ള ഈ ഒരു മാവിൽ ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുക. ഇതിൻ്റെ ഈ നടുവിലെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ അങ്ങ് പരത്തി കൊടുത്താൽ മതി. അത്യാവശ്യം വലിയ സൈസിലാണ് ഞാൻ ഈ ഒരു പൊറോട്ട ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചൂടായ പാനിലേക്ക് ഞാൻ അല്പം ഓയിലൊന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓയിലിന് പകരം നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവ് വെച്ച് കൊടുക്കുക. കൈ കൊണ്ട് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം. അതിന് മുകളിലും അല്പം ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ നല്ലതായിരിക്കും. എന്നിട്ട് ചെറു തീയിലിട്ടിട്ട് നമുക്കിത് പെട്ടെന്ന് തിരിച്ചും മറിച്ചിട്ട് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. ഒരു സൈഡ് തന്നെ കുറേ നേരം വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കരുത്. പെട്ടെന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കുകയായിരിക്കും നല്ലത്. ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ എല്ലാ ഭാഗവും ഒരുപോലെ വെന്തും കിട്ടും. അപ്പോൾ നമ്മളിത് ചുട്ടെടുത്തിട്ട് പാനിൽ നിന്ന് എടുക്കാൻ സമയത്ത് അല്പം കൂടി ഒന്ന് ഓയിൽ ഇതുപോലെ ബ്രഷ് ചെയ്തെടുത്താൽ നല്ല മയത്തിൽ നമുക്ക് ഈ ഒരു പൊറോട്ട കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഓരോ പൊറോട്ടയും നമ്മൾ ചുട്ടെടുത്ത സമയത്ത് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഒന്ന് നമുക്ക് അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 2-3 എണ്ണമൊക്കെ നമുക്ക് ഇതുപോലെ ചൂടോടുകൂടി ഒരുമിച്ച് അടിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ലേയേഴ്സൊക്കെ നല്ല വിട്ട് കിട്ടും. നമ്മളിത് ലെയറാക്കി കട്ട് ചെയ്തെടുക്കാതെ തന്നെ നല്ല ലേയേഴ്സൊക്കെ കാണുന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ചുട്ടെടുത്ത പൊറോട്ട നല്ലൊരു പാത്രത്തിലേക്ക് വെച്ച് അടച്ചു വെക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂട് പോകാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇതിനു മുമ്പ് ഞാനൊരു പൊറോട്ടേൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലെയേഴ്സാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു കുട്ടിനൂൽ പൊറോട്ടേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് ലെയേഴ്സാക്കി കട്ട് ചെയ്തെടുക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.